വലിയ പ്രതീക്ഷകളുമായി തുടക്കമിട്ട കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി പൂർണ്ണമായി ഇല്ലാതാകുമെന്ന് ഉറപ്പായതിന് പിന്നാലെ വിവാദം. കരാർ പാലിക്കാത്ത ടികോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ തീരുമാനം ആണ് വിവാദത്തിലായിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ വലിയ അവ്യക്തതയുണ്ട്. പദ്ധതി പൂർത്തിയാക്കിയില്ല എങ്കിൽ ടികോം കേരളത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന വ്യവസ്ഥ അട്ടിമറിച്ച് മുന്നോട്ടു പോകുന്നു സർക്കാർ എന്ന സംശയം ആണ് ബലപ്പെടുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് TG സജിത്തും ഒപ്പം സ്മാർട്ട് സിറ്റിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ആണ് ചേരുന്നത്. ആദ്യം സജിത്തിലേക്ക്. സജിത്ത്, ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു പദ്ധതി, ആ പദ്ധതിയുടെ അവകാശവാദങ്ങൾ ഇടതു വലത് സർക്കാരുകൾ മാറി മാറി ഉന്നയിച്ച പദ്ധതിയാണ്. എത്രയോ കാലം വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു പദ്ധതിയാണ്. അങ്ങനെ ഒരു പദ്ധതിക്ക് തിരശീല വീഴുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു പദ്ധതി പരാജയപ്പെടുമ്പോൾ അതിന് നമുക്ക് ആരെയും ആക്ഷേപം പറയേണ്ടതില്ല. പക്ഷേ അങ്ങനെ പരാജയപ്പെട്ടാൽ പിന്നെന്ത് എന്നത് സംബന്ധിച്ചും ഈ പദ്ധതികൾ രൂപീകരിക്കുമ്പോൾ ധാരണയുണ്ടാകുമല്ലോ. ആ ധാരണ അട്ടിമറിക്കപ്പെടുന്നു എന്നാണോ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, അങ്ങനെ വേണം നമുക്ക് ആ സംശയമാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുമുള്ളത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക്. കാരണം നമ്മുടെ പ്രതീക്ഷകൾക്കൊപ്പം ഈ പദ്ധതി വളർന്നില്ല എന്നത് ഉറപ്പാണ്. നമ്മൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തതുമാണ്. പക്ഷേ ഒടുവിൽ ഈ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകുമ്പോൾ ഇതിൽ നഷ്ടപരിഹാരം, അതായത് ടികോം കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനമാണ് ഇക്കാര്യത്തിൽ വലിയ സംശയങ്ങൾക്കിടവെക്കുന്നത്. ഇവിടെയാണ് ആദ്യ കരാറ്, ആ കരാറിൽ നിന്നുള്ള പിന്നോട്ട് പോക്ക് എന്ന സംശയത്തിലേക്ക് നമുക്ക് വരേണ്ടി വരുന്നത്. നമുക്ക് ഈ പദ്ധതിയുടെ തുടക്കം തൊട്ട് പരിശോധിക്കുമ്പോൾ അഭിലാഷ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന്റെ കേരളം എന്ന സംസ്ഥാനത്തിന്റെ IT സ്വപ്നങ്ങൾ വളരുന്നത് സ്മാർട്ട് സിറ്റി എന്ന പേരിനൊപ്പമാണ്. തർക്കമില്ല കാര്യത്തിൽ. നമ്മൾ സ്മാർട്ട് സിറ്റി എന്ന പേര് കൂട്ടി വായിക്കപ്പെടുന്നത് ഇപ്പോൾ മറ്റു പല പദ്ധതികളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കൂടിയും കേരളം ആദ്യം സ്മാർട്ട് സിറ്റി എന്ന പേര് ഈ പറഞ്ഞ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി തന്നെയായിരുന്നു. അത് വലിയ വിവാദങ്ങൾക്കിടവെക്കുന്നു. 2011 ആ വിവാദങ്ങൾക്കൊടുവിൽ 2011 VS സർക്കാർ ഒപ്പിട്ട കരാറിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അതിന്റെ സൂചനകൾ ഇങ്ങനെയായിരുന്നു. അതായത് 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം നിർമ്മിക്കണം. ഇതിൽ 69 ലക്ഷം IT സെക്ടർ മാത്രമാണ് അനുവദിക്കുക. 69 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം പൂർണ്ണമായും IT വേണ്ടി തന്നെ മാറ്റിവെക്കണം. 10 വർഷം കൊണ്ട് ഇത് പൂർത്തീകരിക്കണം. ഈ 10 വർഷം കൊണ്ട് 90,000-ഓളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നതായിരുന്നു. പക്ഷേ ഈ പദ്ധതി ഇപ്പോൾ വെറും 10,000-ൽ താഴെ തൊഴിലവസരങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതായത് പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ പകുതിയുടെ അടുത്തേക്ക് പോലും എത്താൻ കഴിഞ്ഞില്ല ഈ പദ്ധതിക്കെന്നാണ് സ്വാഭാവികമായ സാഹചര്യം. കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നാൽ അത് ടികോമിന് ഉത്തരവാദിത്തമുണ്ട്. ടികോം സർക്കാരിന് നഷ്ടപരിഹാരം നൽകണമെന്ന വ്യവസ്ഥ 2011 ഒപ്പിട്ട ഈ കരാറിൽ, VS സർക്കാർ ഒപ്പിട്ട ഈ കരാറിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ കരാറിൽ നിന്ന് ഇപ്പം പിന്നോട്ട് പോയി. അങ്ങനെ പിന്നോട്ട് പോയെങ്കിൽ അതിന്റെ കാരണം എന്താ എന്ന് വിശദീകരിക്കേണ്ടത് സർക്കാർ തന്നെയാണ്. മന്ത്രിസഭാ യോഗത്തിൽ, മന്ത്രിസഭാ തീരുമാനത്തിൽ ഇക്കാര്യം വിശദീകരിക്കുന്നതുമില്ല. എന്തുകൊണ്ട് ടികോമിന് അങ്ങോട്ടേക്ക് നഷ്ടപരിഹാരം നൽകുന്നു എന്ന ചോദ്യം, അതിന് സർക്കാരിന്റെ പൊതുവിലുള്ള ന്യായം ഇതാണ്. ഇതുവരെയുള്ള ടികോമിന്റെ ഇൻവെസ്റ്റ്മെന്റ് കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നു എന്ന വാദമാണ് പൊതുവിൽ ഉയരുന്നത്. പക്ഷേ ആ വാദം എങ്ങനെ അംഗീകരിക്കപ്പെടും? കാരണം ഒരു വലിയ ബൃഹത് പദ്ധതി ഉണ്ടാകുമ്പോൾ പരസ്പരം ഉണ്ടാകുന്ന കരാറുകൾ, ആ പദ്ധതിയിൽ ഉണ്ടാകുന്ന ഭാവിയിലെ സാധ്യതകളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഒരു ഘട്ടത്തിൽ പിന്നോട്ട് പോയാൽ ആരൊക്കെ നഷ്ടപരിഹാരം ഉണ്ടാവണം എന്നത് സംബന്ധിച്ച് വ്യക്തമായ കരാർ വ്യവസ്ഥകൾ ഉണ്ടാവും. ആ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയ കരാറിൽ ഇത്തരമൊരു സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നു? എന്തിന് ടികോം എന്ന ദുബായ് കമ്പനിക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണം എന്ന ചോദ്യമാണ് സജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു കരാർ. ആ കരാർ പ്രകാരം 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം 246 ഏക്കറിൽ ആണ് ടികോം നിർമ്മിക്കേണ്ടിയിരുന്നത്. ഇതിൽ ഈ സൂചിപ്പിക്കുന്ന പോലെ 69 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം IT മേഖലയ്ക്ക് മാത്രമായി, അതായത് ഇതൊരു പൂർണ്ണമായും എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ IT പ്രൊജക്ട് ആയിരുന്നു. 10 വർഷം കൊണ്ടായിരുന്നല്ലോ സജിത്ത് ഇതിന്റെ നിർമ്മാണം ഉൾപ്പെടെ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, ഈ സാധാരണക്കാരായ ആളുകൾക്കൊന്നും അങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒന്നല്ല. അതൊരു പ്രത്യേക സോൺ ആയി തിരിച്ചിട്ടുള്ളതാണ്. എങ്കിൽ തന്നെയും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ടുകൾ അനുസരിച്ച് ഈ നിർമ്മാണ ഘട്ടത്തിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ടികോം പൂർത്തിയാക്കിയിട്ടുള്ളത്. അത് അവരുടെ പോരായ്മ എന്ന് തന്നെയല്ലേ പ്രാഥമികമായി വിലയിരുത്തേണ്ടത്. അപ്പോൾ ടികോമിന്റെ ഭാഗത്ത് ഈ പദ്ധതിയുടെ നടത്തിപ്പ്, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെല്ലാം 84% ഓഹരി പങ്കാളിത്തമുള്ള ടികോമിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് അവർ പിന്മാറിയാൽ 13 വർഷങ്ങൾക്ക് ശേഷം സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ എന്തിനാണ് സർക്കാർ അങ്ങോട്ടേക്ക് നഷ്ടപരിഹാരം നൽകുന്നത് എന്നത് സാമാന്യമായൊരു യുക്തിയാണല്ലോ. തീർച്ചയായും അവിടെ അതുതന്നെയാണ് വ്യക്തത ഉണ്ടാവേണ്ട കാര്യവും അഭിലാഷ്. എന്തിന് ടികോമിന് നഷ്ടപരിഹാരം നൽകണം? ടികോമിനെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാരിനൊരു അമിത താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ
അതിനു പിന്നിൽ മറ്റെന്ത് ഘടകമാണുള്ളത്? അതല്ല, ഈ പദ്ധതിയിൽ ടീകോം പരാജയപ്പെട്ടാൽ ടീകോം അല്ലേ നഷ്ടപരിഹാരം നൽകേണ്ടത് എന്ന സ്വാഭാവിക ചോദ്യം നമുക്ക് മുന്നിലുണ്ടാവും. 246 ഏക്കർ ഒഴിപ്പിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം ഒരുപക്ഷെ സർക്കാർ മുന്നിൽ കാണുന്നുണ്ടാവാം. അങ്ങനെയെങ്കിൽ ഇനി തുടർ പദ്ധതി എന്ത്? മറ്റൊരു ബിസിനസ് പങ്കാളിയെ കണ്ടെത്തുമെന്നതാണ് സർക്കാർ കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം. അങ്ങനെയെങ്കിൽ ഈ പദ്ധതി ഇതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ കഴിയുന്നത്? അതാണോ പദ്ധതി ഇടുന്നത് എന്ന ചോദ്യം ഉണ്ടാവുന്നു. അഭിലാഷ്, എന്തുകൊണ്ട് ഈ പദ്ധതി പരാജയപ്പെട്ടു, സ്മാർട്ട് സിറ്റി പരാജയപ്പെട്ടു എന്ന ചോദ്യം 13 വർഷങ്ങൾക്കിപ്പുറം 2013 ശേഷം 11 ശേഷം 13 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മുന്നിൽ കാരണമായി ചൂണ്ടിക്കാണിക്കാവുന്ന കാര്യങ്ങൾ പലതുണ്ട്. അതിലൊന്ന്, കൊച്ചി ഒരു വ്യവസായ ഹബ്ബായി വലിയ രീതിയിലേക്ക് ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുമെന്ന അന്നത്തെ ഒരു പ്രതീക്ഷയുണ്ട്. ആ തരത്തിലേക്ക് കൊച്ചിക്ക് ഒരു വലിയ മാറ്റം ഉണ്ടായില്ല. മറ്റൊന്ന്, മാറിയ ലോക സാഹചര്യങ്ങളാണ് പൊതുവിൽ പറയുന്നത്. കാരണം ലോക സാഹചര്യങ്ങളിൽ IT വ്യവസായത്തിലുണ്ടായ തിരിച്ചടി, അതിനപ്പുറം കേരളത്തിലെ സ്മാർട്ട് സിറ്റി എന്നതിന് അപ്പുറം ചെറുകിട നിരവധി വ്യവസായ പാർക്കുകളും IT പാർക്കുകളും കേരളത്തിൽ പിന്നീട് രൂപീകരിച്ചു. നമുക്കറിയാം, ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇൻഫോ പാർക്ക് എന്ന് പറഞ്ഞ മറ്റൊരു സാധ്യതയും ഉണ്ടായത്. അങ്ങനെ സംസ്ഥാനം സ്വന്തം നിലയിൽ തന്നെ ഇത്തരം പാർക്കുകളും അനുബന്ധ സ്ഥാപനങ്ങളുമായി മുന്നോട്ട് പോയ ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും സ്മാർട്ട് സിറ്റിയുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അതൊരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായും 84% ഷെയർ ഇപ്പോഴും ഈ പ്രൈവറ്റ് കമ്പനിക്കാണ്. പക്ഷേ ഇതിന്റെ ചെയർമാൻഷിപ്പിൽ സംസ്ഥാന മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന മറ്റൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ സർക്കാരിന് ഇതിപ്പോഴും ഒരു സ്വകാര്യ കമ്പനി തന്നെയാണ് നിലപാടാണ്. അതുകൊണ്ട് സർക്കാർ